ഞാൻ നിലവിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എന്ന പ്രൊഫൈലിൽ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വമേധയാ ഞാൻ വിരമിച്ചു. ഇപ്പം ഞാൻ നിങ്ങളെപ്പോൾ ഒരു സിവിലിയനാണ്, സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 6.5 വർഷം കൂടെ എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു നിലവിൽ. എൻ്റെ ഉള്ളിലകത്ത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ 2.5 വർഷം ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്നു. പക്ഷേ പോലീസിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ പോലീസിൽ ഇറങ്ങി വന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ചെല്ലണം, ഒരുപാട് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക്, ഒരു അധ്യാപകന്, ഒരു പ്രഭാഷകന് ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടറുടെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് ഒതുങ്ങാൻ എനിക്ക് ആവാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങി വന്നത്. ഇപ്പോഴും മനസ്സുകൊണ്ട് പോലീസിൻ്റെ നല്ലത്, പോലീസിൻ്റെ സത്യസന്ധത, പോലീസിൻ്റെ ആത്മവീര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും ഞാൻ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. നമ്മളിപ്പം എല്ലാവർക്കും പ്രശ്നം, വേറെ ആളുകളെല്ലാം ഫോൺ വിളിച്ചാൽ പറയുന്നത് എൻ്റെ കുട്ടിയുടെ ഫോൺ ഉപയോഗവും അവനുള്ള പ്രണയവും അവനുപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ചും ഒക്കെ അതിന് വിശ്വാസമൊക്കെ കുറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് മാതാപിതാക്കൾ എല്ലാവരോടും, കൗൺസിലറോടും സൈക്കോളജിസ്റ്റിനോടും അത് സൈക്കാട്രിസ്റ്റും എല്ലാവരോടും പറയുന്ന ഈ 4 കാര്യങ്ങളാണ്. അവൻ പഠിത്തത്തിൽ ശ്രദ്ധ കുറഞ്ഞു, സ്കൂൾ മാറ്റിയപ്പോൾ അവന് കമ്പനി കൂടി, ഇതാ പറയണത്. ക്ലാസ് ഒന്നുമില്ല, 2 വാക്ക് പറഞ്ഞ് നിർത്താം കേട്ടോ, 5 മിനിറ്റ് നിർത്താം. അപ്പം എല്ലാവരും ഒരു കാര്യം അത് ശ്രദ്ധിക്കാനുണ്ട്. ഒരു കൺസർവേറ്റിംഗ് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പഴയത് മാത്രമാണ് നല്ലത്, പഴമക്കാർ മാത്രമാണ് നല്ലത്, ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കഴിച്ച തലമുറയാണ് നല്ലത്. ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ്, ചിക്കനും ബ്രോസ്റ്റും ഒക്കെ കഴിക്കുന്ന തലമുറകളെല്ലാം മോശമാണ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് സിസ്റ്റം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യോജിപ്പുമുണ്ട് വിയോജിപ്പുമുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ആദ്യത്തെ വർഷം ഞാൻ പരീക്ഷ തോറ്റുപോയി. എനിക്ക് 111 മാർക്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം. അപ്പോൾ 2ാമത് പരീക്ഷ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ജയിച്ചത്. പക്ഷെ ഞാൻ ആ പഠിച്ച സമയത്ത് എൻ്റെ മമ്പാട് ഹൈസ്കൂളിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് 9% വിജയശതമാനം ഉള്ളൂ ആ സമയത്ത്. ആ സമയത്ത് കുളത്തിൽ കുളിക്കാൻ പോയിട്ട് വൈകിട്ട് 6 മണിയായെന്ന് പറഞ്ഞപ്പോൾ തെങ്ങിൻ്റെ മട്ടിൽ തൂങ്ങിക്കിടക്കുന്ന മട്ടിൽ ചാടി എൻ്റെ അപ്പം പിടിച്ച് നിലത്തിട്ടിട്ട് ചവിട്ടി കീറി ആ മട്ടൽ കൊണ്ട് എൻ്റെ ചന്തി കടിച്ചിട്ട്, ആ ചന്തി ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, ഇപ്പോഴും ഓർമ്മയാണ്. അന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഓർമ്മകൾ എന്നിലുണ്ട്. അതേപോലെ ഒരു കൂട്ടം ആളുകൾ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ 9% വിജയശതമാനം 10ാം ക്ലാസ്സിലാണ്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ മമ്പാട് ഹൈസ്കൂളിൽ ഇപ്പോൾ 100% വിജയശതമാനം ആ സ്കൂളിന്. അന്ന് 210 മാർക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിറവിയെടുത്ത സമയത്ത് എൻ്റെ അമ്മ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ ഒരു ശീലുകളും ഒരു രീതികളും എൻ്റെ അമ്മ ശ്രദ്ധിക്കാത്തതിന്റെ ഫലമായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ടെക്നോളജിയെ ഞാൻ ആവാഹിച്ചിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പെൺ ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ 6 മാസങ്ങൾക്ക് ശേഷം അവളുടെ ഉദരത്തിൽ, ആ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് കേൾക്കുന്നു, അറിയുന്നു. അവൻ ഈ ആധുനിക നവമാധ്യമ ഘട്ടത്തിന്റെ സൈബർ യുഗത്തിന്റെ എല്ലാ വശങ്ങളെയും അവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് അവന്റെ ജീവിതം. നോക്ക്, ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തിനകത്ത് 1,13,00,000 അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഈ ലോകം 198 രാജ്യമുണ്ട്. ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും വലിയ ലക്ഷ്യം വരെ പരന്നു കിടക്കുന്ന ഈ 198 രാജ്യത്ത് 748 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 1560 കോടി മൊബൈൽ ഫോണുകൾ ഈ മഹാപ്രപഞ്ചത്തിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 2 ഫോൺ നിലവിലുണ്ട്. 30 കുട്ടിക്ക് ഒരു അധ്യാപകരാണ് ഇന്ത്യയിലുള്ളത്. ഒന്നുകൂടെ പറയാം, 1,15 ലക്ഷത്തോട് നിൽക്കുന്ന അധ്യാപകർ, 30 കുട്ടിക്ക് ഒരു അധ്യാപകൻ. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് 2 മൊബൈൽ ഫോണുകൾ നിലവിലുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് 2 മൊബൈൽ ഫോണുണ്ട്, 30 കുട്ടിക്ക് ഒരു അധ്യാപകനുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ മക്കൾക്ക് ആരാണ് ഗുരു? നമ്മുടെ മക്കൾ ഗുരു ആരാണ്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിങ്ങൾ മൊബൈൽ വെക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ പിന്തള്ളപ്പെടും. കാര്യം ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് തന്നെ ടെക്നോളജിയെ കേട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നവനാ. അവൻ ആ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ സാധ്യതകളെ അവന് വഴിതിരിച്ചു വിടാനടുത്താണ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യ നിലകൊള്ളുന്നത്. അവൻ ഏത് തരത്തിൽ വീഡിയോകളാണ് അവൻ കാണുന്നത്?
അവൻ ഏത് തരത്തിലുള്ള റീൽസുകൾ കാണുന്നു, അവൻ എന്താണോ ഒബ്സർവേഷൻ നടത്തുന്നത്, അതിലേക്ക് അവനെ വഴിമാറ്റി വിടണം. എത്രയോ കുട്ടികളുണ്ട് നല്ല രീതിയിൽ. മുഫ്താഖ് അഹമ്മദ് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു 8ാം ക്ലാസ്സുകാരൻ പരിശുദ്ധ ഖുർആന്റെ എല്ലാ ഹദീസും ആയത്തുകളും ഈ ലോക ജനതയ്ക്ക് വിഭാവനം ചെയ്യുന്ന ഒരു മിടുക്കൻ. കാര്യം അവന്റെ അമ്മയും ഉപ്പയും അവനെ അതിൽ ട്രെയിൻ ചെയ്തു. അവന്റെ സെർച്ചുകളും അവൻ ഗൂഗിളിലും അവൻ ജെമിനിയോടുമെല്ലാം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ട മുനീർ നബി അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോ നമുക്ക് ആദം റെയിൻ എന്ന് പറയുന്ന ഒരു 19 വയസ്സാണ് സൂയിസൈഡ് ചെയ്തത്. ചാറ്റ്ജിപിറ്റിക്കെതിരെ ഏകദേശം $80 കോടി ആ മാതാപിതാക്കൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ചാറ്റ്ജിപിറ്റി കൊടുക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചാറ്റ്ജിപിറ്റി ചോദിച്ചു നോക്കൂ, എനിക്ക് സൂയിസൈഡ് ചെയ്യണം, ഭയങ്കര ഡിപ്രഷനാണ്, എനിക്കൊരു വഴി പറഞ്ഞൊരു ചാറ്റ്ജിപിറ്റി നിങ്ങൾ ഇപ്പൊ ടൈപ്പ് ചെയ്ത് നോക്കൂ, ഈ പ്രസന്റ് മൊമെന്റ് ടൈപ്പ് ചെയ്ത് നോക്കൂ. ചാറ്റ്ജിപിറ്റിക്ക് അക്കിടി മനസ്സിലായി. ആ ചാറ്റ് റോബോട്ടിനോട് അവർ പറഞ്ഞു കൊടുത്തു, ഇത്തരത്തിലെ കാര്യങ്ങളൊന്നും പൊതുജനത്തോട് പറയരുത്, ചോദിച്ചു നോക്കി ഇപ്പൊ ഒന്നും. അപ്പൊ ചാറ്റ്ജിപിറ്റി പറയും, നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സൈക്കാട്രിക് ഇന്റർവെൻഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് സമീപിക്കൂ, ജീവിതം മനോഹരമാണ്, നഷ്ടപ്പെടുത്തി കളയരുതേ, ഗുഡ് ബൈ. ഇത് പറഞ്ഞുകൊണ്ട് ചാറ്റ്ജിപിറ്റി അവിടെ ക്ലോസ് ചെയ്യും. അപ്പോ ആ ചാറ്റ് റോബോട്ടിന് പോലും ചില ബോധ്യങ്ങൾ തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് പ്രത്യേക ഒരു CCTV സർവൈലൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ വീട് വലിയ വീടായിരിക്കും, CCTV ഒക്കെ ഉണ്ടാവും. ആ വീട്ടിനകത്ത് എല്ലാ സുരക്ഷിതത്വവും മാതാപിതാക്കളും അവിടുത്തെ നമ്മുടെ വല്യപ്പയും വല്യമ്മമാരൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവർ പോകുന്ന വഴികൾ, അവർ പോകുന്ന കലാലയങ്ങൾ, അവർ പോകുന്ന DJ പാർട്ടികൾ, അവർ പോകുന്ന വിനോദയാത്രകൾ ഒന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു സുരക്ഷയും നൽകുന്നില്ല എന്നൊരു ബോധ്യം കൂടെ നമ്മളിലെല്ലാം ഉണ്ടാവണം. കാരണം ഇപ്പൊ 3 കപ്പലുകൾ ഈ അടുത്തിടയ്ക്ക് തകർന്നു, 1 കത്തി ഒക്കെ ചെയ്തു. നമ്മളൊക്കെ അറിഞ്ഞതാണ് ഈ കപ്പലുകൾ. അതിന്റെ നാഷണൽ ലെവലും കേന്ദ്ര ഏജൻസിയും അതുപോലെ യൂറോപ്യൻ ഏജൻസിയും സ്പേസ് ഏജൻസി എല്ലാവരും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാനം റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അത് ഏറ്റവും വലിയ കാൾട്ടായി ഡ്രഗ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ബേസ്ഡ് ഡ്രഗ് ചെയ്യുന്ന ഏജൻസികൾ ആ കപ്പൽ കത്തിച്ചു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരികയാണ്. അമിതമായ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് തീരങ്ങളിലേക്ക് ലഹരികൾ ഒഴിഞ്ഞു കടത്തി വരുന്നു. പണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചിട്ട് വെറും 600 ഗ്രാം കഞ്ചാവ് പിടിച്ച വാർത്തയാണ് അന്ന് 1974 മനോരമ പത്രത്തിന്റെ പ്രധാന പേജിലെ വാർത്ത. ഓർത്തൂസ് നടക്കുന്നുണ്ട്, കൊച്ചി നടക്കുന്നുണ്ട്, മനോരമയുടെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ പഴയ പത്രങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പത്രത്തിനകത്തൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാർത്ത അത് 75-ൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച കഞ്ചാവിന്റെ ക്വാണ്ടിറ്റിയാണ് 60 ഗ്രാം കഞ്ചാവ. അത് ഹെഡ് ന്യൂസാ, സ്റ്റേറ്റ് ന്യൂസാണ്. ഈ 2025-ൽ എത്ര കിലോ കഞ്ചാവ് പിടികൂടുന്നത്? പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ 2024 ജോലി ചെയ്യപ്പോ 198 കിലോ കഞ്ചാവ് പിടിച്ച വാർത്ത പ്രധാന പേജിലല്ല വന്നത്, അത് പ്രാദേശിക പേജിൽ ഏറ്റവും അടിയിലാ വന്നത്. ആ വാർത്ത ചെറിയ കോളത്തിൽ പെരുന്തമണ്ണ പോലീസ് വൻ കഞ്ചാവ് വേട്ട, ഇത്രയുണ്ടായിരുന്നുള്ള വാർത്തയുടെ വലുപ്പം. കാര്യം എന്താ? ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുടെ ആധിക്യം കൂടി 10-ൽ 2 കൗമാരകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് നമ്മുടെ മക്കൾ നടന്നു പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്താണ്, ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ഈ തൊയ്ബ, ഈ കലാകാരന്മാർ, ഈ കരേക്കാടിന്റെ കലാകാരന്മാർ ഇത്തരത്തിലുള്ള കലയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ മുനിയോദവ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് ശരിക്കും ഇവർ തന്നെ ചെയ്തൊരു പരിപാടി. ഇങ്ങനെ ആലോചിച്ച് നോക്കുക, വന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഈ കെട്ടിലും മട്ടിലും റിസപ്ഷനും എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുള്ള ആ ഒരു ഐക്യവും ആ നന്മയൊക്കെയാണ്. തീർച്ചയായിട്ടും ഇത് ലോകം ഇത് ഏറ്റെടുക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാ വർഷം ചെയ്ത പരിപാടി എല്ലാവരും അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഉള്ളവനും ഈ പരിപാടി പുറത്തേക്ക് എത്തിക്കാൻ ഞാനും പ്രതിജ്ഞാബദ്ധനാണ് എന്ന കാര്യം കൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മാതാപിതാക്കളോട് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ കേൾക്കാത്തൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് പ്രത്യേകിച്ച് വയ്ക്കാം, ഇവിടെ ചെറിയ മക്കളിരിക്കുന്നത് നിങ്ങളും ഒരു ഉപദേശം നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരും അവരെ വേദനിപ്പിക്കരുത്. മക്കളുടെ വേദനകളൊന്നും ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒന്നും താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ തകർച്ചയിലും ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും സന്തോഷിക്കാനും 2 ജന്മങ്ങളെ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുള്ളൂ. അത് ഉപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുന്നില്ല, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളൊരു വാക്കും കൂടെ പറയാം, മക്കളെ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം. നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ
അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷവും. അല്ലെങ്കിൽ ആസ് പെർ ഐ ആം കൺസേൺ യു ആർ എ ബിഗ് സീറോ, നോ ഡൗട്ട്. തീർച്ചയായിട്ടും എല്ലാവരിലും സ്നേഹമുണ്ടാവട്ടെ. നമ്മുടെ മലപ്പുറത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമെന്ന് ഈ ലോകത്ത് വിശേഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ്. തീർച്ചയായിട്ടും സ്നേഹങ്ങളിങ്ങനെ പൂത്തു നിൽക്കുന്ന, കൊടുക്കാൻ മാത്രം അറിയുന്ന എത്രയോ 1550ഓളം ഹൃദയങ്ങളെ മനുഷ്യനകത്ത് തുന്നിച്ചേർക്കാൻ പ്രവാസ ലോകത്ത് നിന്ന് തൻ്റെ വിയർപ്പിൻ്റെ സമ്പാദ്യങ്ങളെ ഓരോ മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒന്നും പിൻപും ആലോചിക്കാതെ അയച്ചു കൊടുത്ത അപരന് ജീവൻ പകുത്തു കൊടുത്ത ജില്ല. എത്രയോ കിഡ്നി രോഗികളെ, എത്രയോ ഡയാലിസിസ് സെൻ്ററുകൾ, എത്രയോ ആതുരാലയങ്ങൾ, എത്രയോ വിവാഹങ്ങൾ, എത്രയോ ഭവനങ്ങൾ എല്ലാമേ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് ലോകോത്തരത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് പൊയ് വാക്കുകൾ ഉപയോഗിച്ചാലും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാമ്പുകൾ എന്നും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. കാര്യം അത് കലയെ ഇഷ്ടപ്പെടുന്നൊരു മണ്ണാണ്. ദഫുമുട്ടിൻ്റെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഇശലുകളും ഒപ്പനകളുടെ താളങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ പാദർശമേറ്റ മോയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള മഹാരഥന്മാരുടെ പാവന സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന മലപ്പുറം എന്ന ഈ മണ്ണിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു ത്വയ്ബ നൈറ്റ്, ഈ ത്വയ്ബ നൈറ്റ് എന്നും അത് ഉയരങ്ങളുടെ ആകാശത്തിൻ്റെ സീമകളിൽ അത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലും അത് ഒരു അടയാളപ്പെടുത്തലുമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ സംഘാടകർക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ കൂടെ ഓർക്കുക. അതോടൊപ്പം ഫിലിപ്പമ്പാട് എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പേജ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മോണിറ്റേഷൻ വാങ്ങുന്നൊരു ഫേസ്ബുക്ക് പേജാണ്. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം പേര് എന്നെ ഫോളോ ചെയ്യുന്നൊരു പേജാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊന്നും എനിക്കൊരു സാമ്പത്തികപരമായിട്ട് ആർഭാടം നയിക്കാനൊന്നുമില്ല. സർക്കാരിൻ്റെ 30,000 ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഞാൻ സന്തോഷമാണ്. വീട്ടിൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയുടെ പേരിൽ മലപ്പുറത്ത് ഒരു സ്വന്തമായി ഒരു ഡി അഡിക്ഷൻ റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഹോസ്പിറ്റൽ പണിയണമെന്ന്. എനിക്ക് ഏകദേശം ഒരു നല്ല ലാൻഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പ്രഭാഷണ വേദികളിൽ നിന്നും മോണിറ്റേഷൻ ഫണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ 1 രൂപ ഞാൻ ഇവിടുന്ന് വാങ്ങത്തുമില്ല. ടാക്സബിൾ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലാണ് എൻ്റെ അക്കൗണ്ട് കിടക്കുന്നത്. കൃത്യമായിട്ടും അത് ഓഡിറ്റബിൾ അക്കൗണ്ടാണ്. ഒരു പിരിവോ ഒന്നുമില്ലാതെ തന്നെ സ്വന്തമായിട്ടൊരു ആശുപത്രി, ഏകദേശം ഒരു 11 ഡോക്ടേഴ്സ്, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സേവനമൊക്കെ വലിയ ആഗ്രഹമാണ്. നമ്മുടെ മലപ്പുറത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമെന്ന് ഈ ലോകത്ത് വിശേഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ്. തീർച്ചയായിട്ടും സ്നേഹങ്ങളിങ്ങനെ പൂത്തു നിൽക്കുന്ന, കൊടുക്കാൻ മാത്രം അറിയുന്ന എത്രയോ 1550ഓളം ഹൃദയങ്ങളെ മനുഷ്യനകത്ത് തുന്നിച്ചേർക്കാൻ പ്രവാസ ലോകത്ത് നിന്ന് തൻ്റെ വിയർപ്പിൻ്റെ സമ്പാദ്യങ്ങളെ ഓരോ മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒന്നും പിൻപും ആലോചിക്കാതെ അയച്ചു കൊടുത്ത അപരന് ജീവൻ പകുത്തു കൊടുത്ത ജില്ല. എത്രയോ കിഡ്നി രോഗികളെ, എത്രയോ ഡയാലിസിസ് സെൻ്ററുകൾ, എത്രയോ ആതുരാലയങ്ങൾ, എത്രയോ വിവാഹങ്ങൾ, എത്രയോ ഭവനങ്ങൾ എല്ലാമേ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് ലോകോത്തരത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് പൊയ് വാക്കുകൾ ഉപയോഗിച്ചാലും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാമ്പുകൾ എന്നും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ജീവിതം, ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. ഒരുപാട് വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 6 മാസമുള്ളപ്പോഴാണ് എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഏറനാടിൻ്റെ ദേശത്തൊരു റബ്ബർ തോട്ടത്തിലേക്ക് ഒരു ടാപ്പിംഗുകാരനായിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നീട് എൻ്റെ ശൈശവും ബാല്യവും യൗവനവും കൗമാരവും എല്ലാം ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലാണ്. ഇവിടെയാണ് പഠിച്ചത്, വളർന്നത്. ഇവിടുത്തെ സംസ്കാരവും സ്നേഹവും എല്ലാമാണ് കണ്ടു കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ടും ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ എന്നെ പങ്കെടുത്താൽ എവിടെയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ചോദിച്ചാൽ അന്നും എന്നും ഞാൻ പറയുന്നത് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ഞാൻ ആവർത്തിച്ച് പറയും. ജീവിതം ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇന്ന് ഇവിടെ നമ്മൾ ഈ ത്വയ്ബ ഈ നൈറ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവാചക സന്ദേശങ്ങളെ ലോകോത്തരത്തിന് മുമ്പിൽ താളത്തിലൂടെ, കലയിലൂടെ മാനവർക്ക് എത്തിച്ചു കൊടുത്ത ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ തീവ്രമായ, കഠിനമായ അവരുടെ പ്രയത്നമാണ് ഇന്ന് കാണുന്ന ഈ വിപുലമായ സദസ്സ്. കേവലം എനിക്ക് സോഷ്യൽ മീഡിയ പേജിൽ ഏകദേശം ഒരു 6 ലക്ഷത്തോളം പേർ ഫോളോ ചെയ്യുന്നൊരു പേജിൻ്റെ ഉടമയാണ് ഞാൻ. തീർച്ചയായിട്ടും നാളത്തെ സായാഹ്നത്തിൽ എൻ്റെ പേജിൽ ഈ കരേക്കാടിൻ്റെ ത്വയ്ബയെ കുറിച്ചായിരിക്കും എനിക്ക് എഴുതാനും എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ളത്. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ
ഈ ജീവിത ദുരന്തങ്ങൾക്കിടയിൽ ഇത്തരത്തിലെ കലയെ ചേർത്ത് പിടിക്കാനും സംസ്കാരത്തെ ചേർത്ത് പിടിക്കാനും നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനം എന്തുകൊണ്ടും അത് ശ്ലാഘനീയമാണ്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏകദേശം ഒരു 50 വയസ്സ് ആയവർ, ഞാനടക്കം, എനിക്കിപ്പോൾ 48-49 വയസ്സായി. ഈ പ്രൊഫൈൽ ഇവിടെ കാണിച്ചപ്പോൾ എൻ്റെ സുഹൃത്താണ് പ്രൊഫൈലിവിടെ പ്ലേ ചെയ്തത്. അപ്പം അതിനകത്ത് ഞാൻ നിലവിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറാണെന്ന പ്രൊഫൈലിൽ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വമേധയാ ഞാൻ വിരമിച്ചു. ഇപ്പം ഞാൻ നിങ്ങളെപ്പോൾ ഒരു സിവിലിയനാണ്, സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 6.5 വർഷം കൂടെ എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു നിലവിൽ. എൻ്റെ ഉള്ളിലകത്ത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ 2.5 വർഷം ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്നു. പക്ഷേ പോലീസിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ പോലീസിൽ ഇറങ്ങി വന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ചെല്ലണം, ഒരുപാട് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക്, ഒരു അധ്യാപകന്, ഒരു പ്രഭാഷകന് ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടറുടെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് ഒതുങ്ങാൻ എനിക്ക് ആവാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങി വന്നത്. ഇപ്പോഴും മനസ്സുകൊണ്ട് പോലീസിൻ്റെ നല്ലത്, പോലീസിൻ്റെ സത്യസന്ധത, പോലീസിൻ്റെ ആത്മവീര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും ഞാൻ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. നമ്മളിപ്പം എല്ലാവർക്കും പ്രശ്നം, ഏറിയ ആളുകളെല്ലാം ഫോൺ വിളിച്ചാൽ പറയുന്നത് എൻ്റെ കുട്ടിയുടെ ഫോൺ ഉപയോഗവും അവനുള്ള പ്രണയവും അവനുപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ചും ഒക്കെ അതിന് വിശ്വാസമൊക്കെ കുറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് മാതാപിതാക്കൾ എല്ലാവരോടും, കൗൺസിലറോടും സൈക്കോളജിസ്റ്റിനോടും സൈക്കാട്രിസ്റ്റും എല്ലാവരോടും പറയുന്ന ഈ 4 കാര്യങ്ങളാണ്. അവൻ പഠിത്തത്തിൽ ശ്രദ്ധ കുറഞ്ഞു, സ്കൂൾ മാറ്റിയപ്പോൾ അവന് കമ്പനി കൂടി, ഇതാ പറയണത്. ക്ലാസ് ഒന്നുമില്ല, 2 വാക്ക് പറഞ്ഞ് നിർത്താം കേട്ടോ, 5 മിനിറ്റ് നിർത്താം. അപ്പം എല്ലാവരും ഒരു കാര്യം അത് ശ്രദ്ധിക്കാനുണ്ട്. ഒരു കൺസർവേറ്റിംഗ് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പഴയത് മാത്രമാണ് നല്ലത്, പഴമക്കാർ മാത്രമാണ് നല്ലത്, ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കഴിച്ച തലമുറയാണ് നല്ലത്. ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ്, ചിക്കനും ബ്രോസ്റ്റും ഒക്കെ കഴിക്കുന്ന തലമുറകളെല്ലാം മോശമാണ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് സിസ്റ്റം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യോജിപ്പുമുണ്ട് വിയോജിപ്പുമുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ആദ്യത്തെ വർഷം ഞാൻ പരീക്ഷ തോറ്റുപോയി. എനിക്ക് 111 മാർക്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം. അപ്പോൾ 2ാമത് പരീക്ഷ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ജയിച്ചത്. പക്ഷെ ഞാൻ ആ പഠിച്ച സമയത്ത് എൻ്റെ മമ്പാട് ഹൈസ്കൂളിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് 9% വിജയശതമാനം ഉള്ളൂ ആ സമയത്ത്. ആ സമയത്ത് കുളത്തിൽ കുളിക്കാൻ പോയിട്ട് വൈകിട്ട് 6 മണിയായെന്ന് പറഞ്ഞപ്പോൾ തെങ്ങിന്റെ മട്ടിൽ തൂങ്ങിക്കിടക്കുന്ന മട്ടിൽ ചാടി എൻ്റെ അപ്പം പിടിച്ച് നിലത്തിട്ടിട്ട് ചവിട്ടി കീറി ആ മട്ടൽ കൊണ്ട് എൻ്റെ ചന്തി കടിച്ചിട്ട്, ആ ചന്തി ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, ഇപ്പോഴും ഓർമ്മയാണ്. അന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഓർമ്മകൾ എന്നിലുണ്ട്. അതേപോലെ ഒരു കൂട്ടം ആളുകൾ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ 9% വിജയശതമാനം 10ാം ക്ലാസ്സിലാണ്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ മമ്പാട് ഹൈസ്കൂളിൽ ഇപ്പോൾ 100% വിജയശതമാനം ആ സ്കൂളിന്. അന്ന് 210 മാർക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിറവിയെടുത്ത സമയത്ത് എൻ്റെ അമ്മ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ ഒരു ശീലുകളും ഒരു രീതികളും എൻ്റെ അമ്മ ശ്രദ്ധിക്കാത്തതിന്റെ ഫലമായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ടെക്നോളജിയെ ഞാൻ ആവാഹിച്ചിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പെൺ ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ 6 മാസങ്ങൾക്ക് ശേഷം അവിടെ ഉദരത്തിൽ, ആ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് കേൾക്കുന്നു, അറിയുന്നു. അവൻ ഈ ആധുനിക നവമാധ്യമ ഘട്ടത്തിന്റെ സൈബർ യുഗത്തിന്റെ എല്ലാ വശങ്ങളെയും അവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് അവന്റെ ജീവിതം. നോക്ക്, ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തിനകത്ത് 1,13,00,000 അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഈ ലോകം 198 രാജ്യമുണ്ട്. ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും ലക്ഷ്യം വരെ പരന്നു കിടക്കുന്ന ഈ 198 രാജ്യത്ത് 748 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 1560 കോടി മൊബൈൽ ഫോണുകൾ ഈ മഹാപ്രപഞ്ചത്തിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 2 ഫോൺ നിലവിലുണ്ട്. 30 കുട്ടിക്ക് ഒരു അധ്യാപകരാണ് ഇന്ത്യയിലുള്ളത്. ഒന്നുകൂടെ പറയാം, 1,15,00,000 നിൽക്കുന്ന അധ്യാപകർ, 30 കുട്ടിക്ക് ഒരു അധ്യാപകൻ. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് 2 മൊബൈൽ ഫോണുകൾ നിലവിലുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് 2 മൊബൈൽ ഫോണുണ്ട്, 30 കുട്ടിക്ക് ഒരു അധ്യാപകനുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ മക്കൾക്ക് ആരാണ് ഗുരു? നമ്മുടെ മക്കൾ ഗുരു ആരാണ്?
ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ പിന്തള്ളപ്പെടും. കാര്യം ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് തന്നെ ടെക്നോളജിയെ കേട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നവനാ. അവൻ ആ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ സാധ്യതകളെ അവന് വഴിതിരിച്ചു വിടാനടുത്താണ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യ നിലകൊള്ളുന്നത്. അവൻ ഏത് തരത്തിൽ വീഡിയോകളാണ് അവൻ കാണുന്നത്, അവൻ ഏത് തരത്തിലുള്ള റീൽസുകൾ കാണുന്നു, അവൻ എന്താണ് ഒബ്സർവേഷൻ നടത്തുന്നത്, അതിലേക്ക് അവനെ വഴിമാറ്റി വിടണം. എത്രയോ കുട്ടികളുണ്ട് നല്ല രീതിയിൽ. മുഫ്താഖ് അഹമ്മദ് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു 8ാം ക്ലാസ്സുകാരൻ പരിശുദ്ധ ഖുർആന്റെ എല്ലാ ഹദീസും ആയത്തുകളും ഈ ലോക ജനതയ്ക്ക് വിഭാവനം ചെയ്യുന്ന ഒരു മിടുക്കൻ. കാര്യം അവന്റെ അമ്മയും ഉപ്പയും അവനെ അതിൽ ട്രെയിൻ ചെയ്തു. അവന്റെ സെർച്ചുകളും അവൻ ഗൂഗിളിലും അവൻ ജെമിനിയോടുമെല്ലാം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ട മുനീർ നബി അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോ നമുക്ക് ആദം റെയിൻ എന്ന് പറയുന്ന ഒരു 19 വയസ്സാണ് സൂയിസൈഡ് ചെയ്തത്. ചാറ്റ്ജിപിറ്റിക്കെതിരെ ഏകദേശം $80 കോടി ആ മാതാപിതാക്കൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ചാറ്റ്ജിപിറ്റി കൊടുക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചാറ്റ്ജിപിറ്റി ചോദിച്ചു നോക്കൂ, എനിക്ക് സൂയിസൈഡ് ചെയ്യണം, ഭയങ്കര ഡിപ്രഷനാണ്, എനിക്കൊരു വഴി പറഞ്ഞൊരു ചാറ്റ്ജിപിറ്റി നിങ്ങൾ ഇപ്പൊ ടൈപ്പ് ചെയ്ത് നോക്കൂ, ഈ പ്രസന്റ് മൊമെന്റ് ടൈപ്പ് ചെയ്ത് നോക്കൂ. ചാറ്റ്ജിപിറ്റിക്ക് അക്കിടി മനസ്സിലായി. ആ ചാറ്റ് റോബോട്ടിനോട് അവർ പറഞ്ഞു കൊടുത്തു, ഇത്തരത്തിലെ കാര്യങ്ങളൊന്നും പൊതുജനത്തോട് പറയരുത്, ചോദിച്ചു നോക്കി ഇപ്പൊ ഒന്നും. അപ്പൊ ചാറ്റ്ജിപിറ്റി പറയും, നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സൈക്കാട്രിക് ഇന്റർവെൻഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് സമീപിക്കൂ, ജീവിതം മനോഹരമാണ്, നഷ്ടപ്പെടുത്തി കളയരുതേ, ഗുഡ് ബൈ. ഇത് പറഞ്ഞുകൊണ്ട് ചാറ്റ്ജിപിറ്റി അവിടെ ക്ലോസ് ചെയ്യും. അപ്പോ ആ ചാറ്റ് റോബോട്ടിന് പോലും ചില ബോധ്യങ്ങൾ തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് പ്രത്യേക ഒരു CCTV സർവൈലൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ വീട് വലിയ വീടായിരിക്കും, CCTV ഒക്കെ ഉണ്ടാവും. ആ വീട്ടിനകത്ത് എല്ലാ സുരക്ഷിതത്വവും മാതാപിതാക്കളും അവിടുത്തെ നമ്മുടെ വല്യപ്പയും വല്യമ്മമാരൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവർ പോകുന്ന വഴികൾ, അവർ പോകുന്ന കലാലയങ്ങൾ, അവർ പോകുന്ന DJ പാർട്ടികൾ, അവർ പോകുന്ന വിനോദയാത്രകൾ ഒന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു സുരക്ഷയും നൽകുന്നില്ല എന്നൊരു ബോധ്യം കൂടെ നമ്മളിലെല്ലാം ഉണ്ടാവണം. കാരണം ഇപ്പൊ 3 കപ്പലുകൾ ഈ അടുത്തിടയ്ക്ക് തകർന്നു, 1 കത്തി ഒക്കെ ചെയ്തു. നമ്മളൊക്കെ അറിഞ്ഞതാണ് ഈ കപ്പലുകൾ. അതിന്റെ നാഷണൽ ലെവലും കേന്ദ്ര ഏജൻസിയും അതുപോലെ യൂറോപ്യൻ ഏജൻസിയും സ്പേസ് ഏജൻസി എല്ലാവരും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാനം റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അത് ഏറ്റവും വലിയ കാൾട്ടായി ഡ്രഗ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ബേസ്ഡ് ഡ്രഗ് ചെയ്യുന്ന ഏജൻസികൾ ആ കപ്പൽ കത്തിച്ചു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരികയാണ്. അമിതമായ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് തീരങ്ങളിലേക്ക് ലഹരികൾ ഒഴിഞ്ഞു കടത്തി വരുന്നു. പണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചിട്ട് വെറും 600 ഗ്രാം കഞ്ചാവ് പിടിച്ച വാർത്തയാണ് അന്ന് 1974 മനോരമ പത്രത്തിന്റെ പ്രധാന പേജിലെ വാർത്ത. ഓർത്തൂസ് നടക്കുന്നുണ്ട്, കൊച്ചി നടക്കുന്നുണ്ട്, മനോരമയുടെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ പഴയ പത്രങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പത്രത്തിനകത്തൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാർത്ത അത് 75-ൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച കഞ്ചാവിന്റെ ക്വാണ്ടിറ്റിയാണ് 60 ഗ്രാം കഞ്ചാവ. അത് ഹെഡ് ന്യൂസാ, സ്റ്റേറ്റ് ന്യൂസാണ്. ഈ 2025-ൽ എത്ര കിലോ കഞ്ചാവ് പിടികൂടുന്നത്? പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ 2024 ജോലി ചെയ്യപ്പോ 198 കിലോ കഞ്ചാവ് പിടിച്ച വാർത്ത പ്രധാന പേജിലല്ല വന്നത്, അത് പ്രാദേശിക പേജിൽ ഏറ്റവും അടിയിലാ വന്നത്. ആ വാർത്ത ചെറിയ കോളത്തിൽ പെരുന്തമണ്ണ പോലീസ് വൻ കഞ്ചാവ് വേട്ട, ഇത്രയുണ്ടായിരുന്നുള്ള വാർത്തയുടെ വലുപ്പം. കാര്യം എന്താ? ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുടെ ആധിക്യം കൂടി 10-ൽ 2 കൗമാരകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് നമ്മുടെ മക്കൾ നടന്നു പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്താണ്, ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ഈ തൊയ്ബ, ഈ കലാകാരന്മാർ, ഈ കരേക്കാടിന്റെ കലാകാരന്മാർ ഇത്തരത്തിലുള്ള കലയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ മുനീർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് ശരിക്കും ഇവർ തന്നെ ചെയ്തൊരു പരിപാടി. ഇങ്ങനെ ആലോചിച്ചൊക്കെ വന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഈ കെട്ടിലും മട്ടിലും റിസപ്ഷനും എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുള്ള ആ ഒരു ഐക്യവും ആ നന്മയൊക്കെയാണ്. തീർച്ചയായിട്ടും ഇത് ലോകം ഇത് ഏറ്റെടുക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാ വർഷം ചെയ്ത പരിപാടി എല്ലാവരും അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഉള്ളവനും ഈ പരിപാടി പുറത്തേക്ക് എത്തിക്കാൻ ഞാനും പ്രതിജ്ഞാബദ്ധനാണ് എന്ന കാര്യം കൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മാതാപിതാക്കളോട് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ കേൾക്കാത്തൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് പ്രത്യേകിച്ച് വയ്ക്കാം, ഇവിടെ ചെറിയ മക്കളിരിക്കുന്നത് നിങ്ങളും ഒരു ഉപദേശം നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരും അവരെ വേദനിപ്പിക്കരുത്. മക്കളുടെ വേദനകളൊന്നും ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒന്നും താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ തകർച്ചയിലും ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും സന്തോഷിക്കാനും
2 ജന്മങ്ങളെ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുള്ളൂ. അത് ഉപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുന്നില്ല, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളോട് ഒരു വാക്കും കൂടെ പറയാം. മക്കളെ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം. നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമാവും. അല്ലെങ്കിൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ യു ആർ എ ബിഗ് സീറോ, നോ ഡൗട്ട്. തീർച്ചയായിട്ടും എല്ലാവരിലും സ്നേഹമുണ്ടാവട്ടെ.